ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നതാണ് സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി എന്നതാണ് സമീപകാലത്തെ പല സംഭവങ്ങളും വില ചൂണ്ടുന്നത് തെളിയിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം മുടങ്ങിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എന്നതുകൂടി കോഴിക്കോട്ടെ സംഭവവുമായി ചേർത്ത് വായിക്കണം. മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ വിതരണം ചെയ്യുന്ന ട്യൂബുകളിലെ ചോർച്ചയും ആശങ്കപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നലത്തെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റിടങ്ങളിലെ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കണം. നമുക്ക് മുൻ സമയങ്ങളിലെ അപകടങ്ങളെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. 4 മണിക്കൂറായി ഇപ്പൊ കൊണ്ടുവരൂ. മന്ത്രി ശരിയാക്കാന്ന് മന്ത്രി ശരിയാക്കൂ. ശരിയാക്കുന്ന നമ്മളെ കൊച്ചുങ്ങൾക്ക് വല്ല പറ്റിയത് ആര് സമാധാനം പറയും? ഉടനെ വരുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടതിന് 4 മണിക്കൂറായി. പാല് കൊടുത്തിട്ട് മക്കൾ അവിടെയാണ് കിടക്കുന്നത്. വെട്ടം പോലും ഇല്ല മക്കൾക്ക്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൈവിട്ട കേസുകളാണ് ശരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ് ഫൈനൽ ചോയ്സ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു മണിക്കൂറില്ലെങ്കിൽ വേറെ ജനറേറ്ററാണ് കംപ്ലൈൻറ്റ്, വേറെ ജനറേറ്റർ വെച്ചവർക്ക് ബാക്കപ്പ് ചെയ്തതിന് കുഴപ്പമില്ല. ഇത് 4 മണിക്കൂർ. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം മുടങ്ങിയപ്പോഴന്നുണ്ടായ അന്തരീക്ഷമാണ് കാണുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ അഭയകേന്ദ്രമാണ്, ആശ്രയമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. ഇപ്പോൾ ദിവിഷ, ഈ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയുടെ പരിസരത്ത് രാത്രി അല്പം വൈകി റിപ്പോർട്ടിങ്ങിനും അല്ലാതെയോ പോകണം, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മെഡിക്കൽ കോളേജിലും SITയിലും RCCയിലോ ശ്രീത്രയിലോ എല്ലാ ആശുപത്രിയും ഒരുമിച്ചാണ്, ഒരേ ഏരിയയിലാണോ? അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം രാത്രി വൈകി തിരുവനന്തപുരം നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലെ ആംബുലൻസുകളുടെ എണ്ണം എത്രയാണ് എന്ന്. പല ആശുപത്രിയിലും ഏറ്റവും ഒടുവിൽ കൈവിട്ട് കൊണ്ടുവിടുന്ന സ്ഥലമാണ് SIT ആശുപത്രി. അവിടുത്തെ സംവിധാനത്തെക്കുറിച്ച് നേരത്തെ ഇങ്ങനെയൊരു ഗൗരവതരമായ ഈ പഴയ ദൃശ്യത്തിലേക്ക് നമ്മൾ പോകുമെന്ന് കരുതിയല്ല ഞാൻ ആദ്യം പറഞ്ഞത്. SIT ആശുപത്രി കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഒന്നാണ്. അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ആരോഗ്യ ജീവനക്കാരും അവിടുത്തെ ഡോക്ടർമാരുടെ പ്രൊഫൈലൊക്കെ പരിശോധിക്കണം. അവർ ഒരു ദിവസം എത്ര കേസുകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. അവർക്കുള്ള പരിചയ സമ്പത്തൊന്നും മറ്റാർക്കും ഉണ്ടാകില്ല. കേരളത്തിലെ അത്തരം പ്രധാനപ്പെട്ട നമ്മുടെ അഭിമാനമായ ആരോഗ്യത്തിൻ്റെ നമ്മുടെ സ്തംഭം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മേഖലയിലെ ആശുപത്രികൾ, അവിടെ പക്ഷേ വേണ്ട ഗൗരവം കൊടുക്കുന്നുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾ? അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ വലിയ വീഴ്ചയാണ് കണ്ടത്. അന്ന് ഈ SIT ആശുപത്രിയിലെ ഈ സംഭവത്തിന് വൈദ്യുതി മുടങ്ങി മണിക്കൂറുകളോളം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണല്ലോ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് സമഗ്രമായി തന്നെ അന്വേഷിക്കും. വകുപ്പിലെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫീസിനെയൊക്കെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ഈ സംഭവം അറിയാം. ഇപ്പോൾ ഇന്നലെയാണ് കോഴിക്കോട് ഇതേപോലെ മെഡിക്കൽ കോളേജിൽ മറ്റൊരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അപകടങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കാമെന്നത് വസ്തുതയാണ്. പക്ഷേ അത് ആ സംവിധാനങ്ങളുടെ പിഴവാണോ അല്ലെങ്കിൽ അശ്രദ്ധയാണോ ഉദാസീനതയാണോ ഈ അപകടങ്ങളിലേക്ക് വഴിവെച്ചത് എന്നതാണ്. സർക്കാർ സംവിധാനമാണ്, സർക്കാർ ആശുപത്രിയാണ്, ഇങ്ങനെയൊക്കെ മതി എന്നത് തന്നെയാണോ ഇപ്പോഴും? രതീഷ, ഈ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് തേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് തേടുന്ന മന്ത്രി ആരെ എന്നുള്ള മത്സരത്തിൽ ഒരുപക്ഷെ AK ശശീന്ദ്രനും വീണ ജോർജും മത്സരിക്കുകയാകും. കാരണം അത്രത്തോളം വീഴ്ച ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു കാട്ടാന ആരെങ്കിലും കൊല്ലുന്ന സമയത്ത് അതിന് പ്രതിരോധം സൃഷ്ടിക്കാതെ, ഇനി അത് ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കാതെ ആദ്യമേ അങ്ങ് റിപ്പോർട്ട് തേടും. അതാണ് വനമന്ത്രി ചെയ്യുന്നത്. അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയും അതുപോലെയാണ്. കേരളത്തിലെ ഏത് ആശുപത്രിയിൽ എന്ത് സംഭവിച്ചാലും ഒരു റിപ്പോർട്ട് തേടും. റിപ്പോർട്ട് തേടി എന്നുള്ളതാണ് ആദ്യ പ്രതികരണം. ആ റിപ്പോർട്ടിന്മേൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഉണ്ടാകാറില്ല. കോഴിക്കോട് ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു കത്രിക കിടന്നിട്ട് അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത് എന്നുള്ളത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ കത്രിക വയറ്റിൽ എങ്ങനെ പോയി എന്നുള്ളത്, കത്രിക വയറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെ പോയി എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അവിടെ നിന്ന് വന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടും കയ്യിൽ വെച്ച് ഇപ്പോഴും ഇരിക്കുകയാണ് ഇവിടെ. അതിൽ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അന്ന് രാത്രിയിൽ ഞാനിവിടെ രാഹുലാണ് ആദ്യം ആ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നത്. SIT ആശുപത്രിയിൽ എത്തുമ്പോൾ SIT ആശുപത്രി മുഴുവൻ ഇരുട്ടിലാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അല്ലാതെ എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് എന്നറിയാമോ അന്നിവിടെ വെളിച്ചമുണ്ടായത്? അന്നത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ പോലും എത്ര സമയമെടുത്തു എന്നറിയാമോ? ഇച്ചിരിയില്ലാത്ത കുഞ്ഞുങ്ങളാണെന്നേ, പാവങ്ങളാണ്. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ഇത് തെക്കൻ കേരളത്തിന്റെ ഒരു അഭിമാനമായ ആശുപത്രി എന്ന് മാത്രമല്ല, കന്യാകുമാരി അടക്കമുള്ള തമിഴ്നാടിന്റെ ആ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഇവിടേക്ക് ചികിത്സ
തേടി എത്തുകയാണ്. ആ സ്വകാര്യ ആശുപത്രികളിലൊക്കെ വലിയ തോതിൽ പണം കൊടുത്ത് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ നിന്നുള്ള പ്രതീക്ഷ പോലും കൈവിട്ടതിന് ശേഷം ഏറ്റവും വിശ്വാസം അർപ്പിച്ച് വന്നു കയറുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ SIT ആശുപത്രിയും മെഡിക്കൽ കോളേജുമെല്ലാം. അവിടെയൊക്കെയാണ് ഇങ്ങനെ തുടർച്ചയായി വീഴ്ചകൾ സംഭവിക്കുന്നത്. അന്ന് ഫോണിന്റെ വെളിച്ചത്തിലാണ് ശസ്ത്രക്രിയകൾ പോലും ഒരു ആശുപത്രിയിൽ, SIT പോലൊരു ആശുപത്രിയിൽ നടന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ജനറേറ്റർ പ്രവർത്തിച്ചില്ല, പകരം ഒരു സംവിധാനം SIT പോലെ ഒരു ആശുപത്രിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മോശമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു മാസത്തിന് മുമ്പാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. ഓക്സിജൻ സിലിണ്ടറിൽ നിന്നുള്ള ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കണ്ണിന് പരിക്കേൽക്കുന്നു. അത് സംഭവിച്ചതും ഇവിടെ തന്നെയാണ്. ആ വിഷയം ഒക്കെ വളരെ ലാഘവത്തോടെ ഒഴിവാക്കി വിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നടപടികളൊന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണത്തിൽ റിപ്പോർട്ട് ഉണ്ടാകുന്നു. ഈ റിപ്പോർട്ടെല്ലാം എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് മാത്രം അറിയില്ല. നടപടികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായതായി നമ്മുടെ അറിവില്ല. SIT ഇത്തരം സംഭവങ്ങളെ ആവർത്തിയാണ്. അമലിന്റെ വാക്കുകളിലും ഒരല്പം കടന്ന ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി എത്ര വാർത്തയാണ് നമ്മൾ വായിച്ചത്, എത്ര വാർത്തയാണ് പ്രേക്ഷകർ കണ്ടത്, എത്ര പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സുരക്ഷാ വീഴ്ചയെന്ന വാർത്ത സ്ഥിരമായി പതിവ് പല്ലവി പോലെ എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ സംഭവിക്കുന്നത് എന്താണ്, അത് പരിഹരിക്കാൻ എന്താണ് വഴി എന്നത് വളരെ പ്രധാനമാണ്. ഇത് വിഷയം എൻ്റെ അമ്മ സമീപകാലത്ത് 2 തവണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് അവിടുത്തെ ഡോക്ടർമാരുമായി അടുത്ത് സംസാരിച്ചാണ് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ആ ആശുപത്രിക്ക് താങ്ങാൻ കഴിയുന്നതിനും എത്രയോ അധികമാണ് അവിടെ. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ തന്നെയാണ് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലത്തേക്ക് രോഗികളെ എത്തിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട, പൈസ കൊടുത്താൽ മതി. പക്ഷേ സർക്കാർ ആശുപത്രി അതിന്റെ പരിമിതമായ സൗകര്യത്തിന് അനുസരിച്ച് തന്നെയാണ് അവിടെ പോകുന്ന നമ്മളെല്ലാവരും പെരുമാറുന്നത്. ആ നിലയിൽ തന്നെയാണ് ആശുപത്രികൾക്ക് വേണ്ടി പ്രത്യേകമായ നിയമം പോലും പാസ്സാക്കിയതൊക്കെ അതിന്റെ ഭാഗമായാണ്. ആശുപത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ 2-3 ഇരട്ടി ആളുകൾ അവിടെ വരുന്നു. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനേക്കാൾ പഴക്കമുള്ള ആശുപത്രിയാണ്. ആവശ്യത്തിന് പൊതുസ്ഥലം അവിടെയുണ്ട്. മറ്റു പല ഓഫീസുകളും അതിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി ഉണ്ട്. അവിടെയും ആവശ്യത്തിന് സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയ ഓഡിറ്റർ കെട്ടിടവും രാജഭരണകാലത്തെ 1885 അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ഇപ്പോഴും നമുക്ക് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലൊക്കെ കാണാം. എന്തുകൊണ്ട് അത് നവീകരിക്കുന്നില്ല? പകരം സംവിധാനം അവിടെ ഏർപ്പെടുത്താൻ കഴിയുന്നില്ല. കേന്ദ്ര ഫണ്ടടക്കം NRHM അടക്കം പല ഫണ്ടും ഇവിടെ വിനിയോഗിക്കുന്നതിന്റെ വാർത്തകളൊക്കെ കഴിഞ്ഞ കുറേ കൊല്ലമായി വരുന്നുണ്ട്. എന്തുകൊണ്ട് ആശുപത്രി നവീകരണം എന്നത് പ്രധാനപ്പെട്ട അജണ്ടയല്ലാതെ പോകുന്നു? ആശുപത്രി ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറം രോഗികൾ വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ RCCയുടെ അവസ്ഥയും ഇതിന് ഇതല്ല. അവിടുത്തെ ആരോഗ്യ പരിപാലനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ബഹുമാനിക്കണം. കാരണം അവരുടെ അത്രയും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ആശുപത്രികൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് 5-10 ഇരട്ടി രോഗികൾ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് പുതിയ സംവിധാനം ഉണ്ടാകുന്നില്ല? തോന്നുന്നു എല്ലാ സർക്കാർ ആശുപത്രികളിലും സമാനമായ സാഹചര്യമാണ്. താങ്ങാൻ പറ്റുന്നതിലധികം ആളുകൾ എത്തുന്നു. പരമാവധി ഡോക്ടർമാരും മറ്റ് നഴ്സുമാരടക്കമുള്ള ജീവനക്കാരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുബന്ധ സാഹചര്യങ്ങൾ ഒരുക്കുക, സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യങ്ങളാണ് ചിലയിടങ്ങളിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളം ജനറൽ ആശുപത്രിയെ കുറിച്ച് പറയും. ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ആശുപത്രികളൊന്നാണ് എറണാകുളം ജനറൽ ആശുപത്രി. അങ്ങനെ ചില ആശുപത്രികളുണ്ട്. പക്ഷേ എല്ലാ ആശുപത്രികളും അതേ നിലയിൽ നവീകരിക്കപ്പെടുക, ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ സുഖകരമായ ചികിത്സ കിട്ടുക, അപകടരഹിതമായ നിലയിൽ പോകാൻ കഴിയുക എന്ന് പ്രധാനമാണ്.